ഒരിക്കലും ഉറങ്ങാത്ത ലോകത്തിലെ ഒരേ ഒരു സിറ്റി ഏതാ നിങ്ങൾക്കറിയോ? ദാറ്റ് ഈസ് നൺ അതർ ദാൻ ന്യൂയോർക്ക് സിറ്റി. നമ്മുടെ പാസ്പോർട്ടിൽ US വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അൺബീറ്റബിൾ ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ട്രാവലിംഗിനായാലും ഇനി കരിയർ വൈസ് ആയാലും കുറെ ബെനിഫിറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് US വിസ. UK നിന്നുകൊണ്ട് ഈസി ആയിട്ട് തന്നെ US വിസക്ക് അപ്ലൈ ചെയ്യാം. അതും കിട്ടുന്നതോ 10 ഇയർ വാലിഡിറ്റി ഉള്ള US വിസ. 10 ഇയർ വാലിഡിറ്റി ഉള്ള US വിസ ഉള്ള ഒരു പാസ്പോർട്ടാണ് നിങ്ങൾക്ക് എങ്കിൽ 56+ കൺട്രീസിക്ക് ഹസൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. മെയിൻലി മിഡിൽ ഈസ്റ്റ് കൺട്രീസില്. ഇത്ര പവറുള്ള US വിസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഫ്ലൈങ് ബെഡിനെ കോൺടാക്ട് ചെയ്യാം. ഡോക്യുമെന്റേഷനും പേപ്പർ വർക്കും കൂടാതെ 2-3 മാസത്തിനുള്ളിൽ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു തരാനും മോക്ക് ഇന്റർവ്യൂസിന് വരെ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് വിസ എക്സ്പേർട്സ് ആയിട്ടുള്ള ഫ്ലൈങ് ബെഡ് നിങ്ങൾ US വിസക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. US വിസയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ US എന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈങ് ബേർഡ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഫ്രീ കൺസൾട്ടേഷൻ തരുന്നതാണ്. ഒരു കാര്യം കൂടെ, ഈ ഒക്ടോബർ തൊട്ടിട്ട് US വിസയുടെ അപ്ലിക്കേഷനും ഫീസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ പോവാണെന്നുള്ള ഒരു വാർത്ത കേട്ടു. അപ്പോൾ അതിന്റെ മുന്നേ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അമേരിക്കയിൽ കറങ്ങുക, അടിച്ചു വിളിക്കുക.